നമ്മളിന്ന് പറയാൻ പോകുന്നത് LDCയുടെ പ്രിലിമിനറി സിലബസിൽ ഫിസിക്കൽ സയൻസ് വിഭാഗത്തിൽ വന്ന ടോപ്പിക്കിൽ കെമിസ്ട്രിയുടെ ഒരു ടോപ്പിക് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. മൂലകങ്ങളും അവയുടെ വർഗീകരണവും. അപ്പൊ അതിൽ സ്ഥിരമായിട്ട് PSCയിൽ പ്രീവിയസ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അവയുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സുമാണ് നമ്മളിന്ന് പറയുന്നത്. ഇപ്പൊ മൂലകങ്ങളും അവയുടെ വർഗീകരണം, അതാണ് നമ്മളിന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞില്ല. മൂലകങ്ങൾ അവയുടെ വർഗീകരണം. അപ്പൊ ഇതിൽ പ്രീവിയസ്ലി PSC സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുമ്പോൾ തന്നെ മൂലകങ്ങൾ. ഈ മൂലകം എന്ന വാക്ക് ആദ്യമായിട്ട് നിർദ്ദേശിച്ച മൂലകം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് ഇതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ്. റോബർട്ട് ബോയിൽ. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റോബർട്ട് ബോയിൽ. ഇപ്പൊ മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? റോബർട്ട് ബോയിലാണ്. നമ്മുടെ PSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ മൂലകങ്ങൾക്ക് പ്രതീകം നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത്. മൂലകങ്ങൾക്ക് പ്രതീകം നൽകുന്ന സമ്പ്രദായം. മൂലകങ്ങൾക്ക് പ്രതീകം. എന്താണ് പ്രതീകം എന്ന് പറഞ്ഞാൽ? മൂലകങ്ങൾ നമുക്കറിയാം, ഹൈഡ്രജൻ, ഹീലിയം, ഓക്സിജൻ, നൈട്രജൻ, ഇങ്ങനെയുള്ള മൂലകങ്ങൾ നമ്മൾ ഓരോ സിമ്പിൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതാണ് അവയുടെ പ്രതീകം. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ H എന്ന സിമ്പിൾ കൊണ്ടും, ഓക്സിജൻ ആണെങ്കിൽ അത് O എന്ന സിമ്പിൾ കൊണ്ടും, നൈട്രജൻ ആണെങ്കിൽ N എന്ന സിമ്പിൾ കൊണ്ടും ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ മൂലകങ്ങൾക്ക് ഈ പ്രതീകങ്ങൾ നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ബെഴ്സേലിയസ് ആണ് നിർദ്ദേശിച്ചത്. ബെഴ്സേലിയസ്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നേരത്തെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. മൂലകങ്ങൾക്ക് പ്രതീകം നിർദ്ദേശിച്ചത് ആരാണ്? ബെഴ്സേലിയസ് ആണ്. മൂലകങ്ങൾക്ക് പ്രതീകം നിർദ്ദേശിച്ചത് ബെഴ്സേലിയസ് ആണ്. ഇപ്പൊ മൂലകങ്ങളുടെ വർഗീകരണം ആദ്യമായിട്ട് മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചത്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും. ഇത് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോഹങ്ങൾ, അലോഹങ്ങൾ. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും രണ്ടായിട്ട് തിരിച്ചത് ആരാണ്? ലാവോസിയർ ആണ്. ലാവോസിയർ. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലോഹങ്ങളെന്നും മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചതാരാണ്? ലാവോസിയർ ആണ് തിരിച്ചത്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചതാരാണ്? ലാവോസിയർ ആണ്. അപ്പൊ നമ്മൾ ആദ്യം മൂലകങ്ങളെ കുറിച്ച് പറഞ്ഞ 3 ക്വസ്റ്റ്യൻ. മൂലകം എന്ന വാക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന റോബർട്ട് ബോയിൽ. മൂലകങ്ങൾക്ക് പ്രതീകം നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെഴ്സേലിയസ്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചതാരാണ്? ലാവോസിയർ. പിന്നെ ഇനി നമ്മൾ നാലാമത് പറയുന്ന കാര്യം, ത്രികനിയമം ആവിഷ്കരിച്ചതായി. ത്രികനിയമം അല്ലെങ്കിൽ ലാ ഓഫ് ട്രയാൻസ്. ത്രികങ്ങൾ. മൂലകങ്ങളെ ഒരേ സ്വഭാവമുള്ള 3 മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പുകളാക്കി തിരിച്ച് കൊണ്ടുള്ള ഒരു നിയമമാണ് ഈ ത്രിക നിയമം എന്ന് പറയുന്നത്. ത്രികങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ പേരിൽ നിന്ന് മനസ്സിലാക്കാം, 3 എണ്ണം വീതമുള്ള ഒരേ സ്വഭാവം കാണിക്കുന്ന 3 എണ്ണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പുകളായി തിരിച്ച് അതേ ഒരു നിയമം ആവിഷ്കരിച്ച്. അത് ആരാവിഷ്കരിച്ച്? ഈ ത്രിക നിയമം ആവിഷ്കരിച്ചത് ആര്? അതാണ് നമ്മൾ അടുത്ത പറയുന്നത്. ത്രിക നിയമം. ഡോബറൈനർ ആണ് ത്രിക നിയമം ആവിഷ്കരിച്ചത്. അപ്പൊ നാലാമത് പറയുന്ന കാര്യം, ലാ ഓഫ് ട്രയാൻസ് അഥവാ ത്രിക നിയമം ആവിഷ്കരിച്ചത് ആര്? ഡോബർനെയർ ആണ് ത്രിക നിയമം ആവിഷ്കരിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞ 4 ക്വസ്റ്റ്യൻസ്. മൂലകം എന്ന വാക്ക് റോബർട്ട് ബോയിൽ. മൂലകങ്ങൾക്ക് പ്രതീകം നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെഴ്സേലിയസ്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും പറഞ്ഞ് രണ്ടായി തിരിച്ചത് ലാവോസിയർ. ത്രിക നിയമം ആവിഷ്കരിച്ചത് അഥവാ ലാ ഓഫ് ട്രയാൻസ് ആവിഷ്കരിച്ചത് ഡോബർനെയർ. ഇതെല്ലാം പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യങ്ങളാണ്. അപ്പൊ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ത്രിക നിയമം പറഞ്ഞ് അടുത്ത 5ാമത് പറയുന്നത് അഷ്ടക നിയമം അഥവാ ലാ ഓഫ് ഒക്ടേവ്സ്. ഇങ്ങനെ ചോദിച്ചാലും ലാ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ അഷ്ടക നിയമം ആവിഷ്കരിച്ചതായി. അഷ്ടക നിയമം
ആവിഷ്കരിച്ചത്. ന്യൂലാൻഡ്സ് ആണ്. ന്യൂലാൻഡ്സ്. അപ്പൊ ആലോചിച്ചിരിക്കാം. അഷ്ടക നിയമം, ലോ ഓഫ് ഒക്ടേവ്സ് ആവിഷ്കരിച്ചതാണ് ന്യൂലാൻഡ്സ്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് ആലോചിച്ചിരിക്കുക. ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമം. നേരത്തെ നമ്മൾ ത്രിക നിയമം പറഞ്ഞു ആരായിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞ ത്രിക നിയമമാണ്. ഇവിടെ നമ്മൾ പറയുന്ന അഷ്ടക നിയമമാണ്. ത്രികങ്ങൾ നമ്മൾ മൂന്നായിട്ട് തിരിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ അഷ്ടക നിയമം എന്ന് പറഞ്ഞാൽ സപ്തസ്വരങ്ങൾ, നമ്മുടെ സംഗീതത്തിന്റെ സപ്തസ്വരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമാണ്. അതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു നിയമമാണ് അഷ്ടക നിയമം പറയുന്നത്. അഷ്ടക നിയമം കൊണ്ടുവന്നാരാണ്? ന്യൂലാൻഡ്സ് ആണ്. നേരത്തെ നമ്മൾ ലോ ഓഫ് ട്രയാഡ്സ് പറഞ്ഞായിരുന്നു, ത്രിക നിയമം പറഞ്ഞായിരുന്നു ആരാണ്? ഡോബർനിയർ. ഡോബർനിയറുടെ ത്രിക നിയമവും ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമവും. അപ്പൊ അങ്ങനെ ആലോചിച്ചിരിക്കുക. ഡോബർനിയറുടെ ത്രിക നിയമം, ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമം. അപ്പൊ ആ രണ്ട് നിയമങ്ങൾ കൊണ്ടുവന്ന ആരാണുള്ളത്. അടുത്ത നമുക്ക് നോക്കാം. അപ്പൊ ഈ ന്യൂലാൻഡ്സും നമ്മുടെ ഈ ഡോബർനിയറും എല്ലാം അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂലകങ്ങളെ വേർതിരിച്ചത്. അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂലാൻഡ്സും ഡോബർനിയറും നമ്മുടെ ഈ മൂലകങ്ങളെ വർഗീകരിച്ചത്. അടുത്ത നോക്കിക്കോളാം. അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക് വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചതാര്? ലോത്തർ മേയർ ആണ് അറ്റോമിക് വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത്. അപ്പൊ അതിലൊരു ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, എന്താണ് അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വേർതിരിച്ചതാര്? ലോത്തർ മേയർ ആണ് അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത്. ലോത്തർ മേയർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചിരിക്കാം. നമ്മളൊക്കെ പറഞ്ഞു, ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ഇതിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ 6 പറഞ്ഞു. 6 പറഞ്ഞ കാര്യം അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചതാണ് ലോത്തർ മേയർ. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആവർത്തന പട്ടികയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആവർത്തന പട്ടിക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേര് പീരിയോഡിക് ടേബിളിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ആവർത്തന പട്ടിക കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആവർത്തന പട്ടിക കൊണ്ടുവന്നതായിരുന്നു? അതാണ് ഫസ്റ്റ് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ. ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത് മെൻഡലീവ് ആണ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത്. അപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലീഫ് ആണ്. അല്ലെങ്കിൽ ആവർത്തന പട്ടിക ആവിഷ്കരിച്ചതാണ് മെൻഡലീഫ്. പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആവർത്തന പട്ടിക എന്ന് പറഞ്ഞാൽ ഈ മൂലകങ്ങളെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ ആണ്, ഒരു പട്ടികയാണ്. അതാണ് ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. ആവർത്തന പട്ടിക ആവിഷ്കരിക്കുന്ന ആരാണ്? മെൻഡലീഫ് ആണ് ഈ ആവർത്തന പട്ടിക ആവിഷ്കരിക്കുന്നത്. അതായത് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലീഫ് ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ്, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിളിന്റെ പിതാവ് അല്ലെങ്കിൽ ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മെൻഡലീഫ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത്. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മൂലകങ്ങളെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ആരാണ്? മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതിന്റെയാണ് ആ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ അറ്റോമിക മാസ് കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. 1, 2, 3 അറ്റോമിക മാസ് 1, അടുത്ത അറ്റോമിക മാസ് 2 ഉള്ളത്. അങ്ങനെ അറ്റോമിക മാസ് കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത് മെൻഡലീഫാണ്. അതുകൊണ്ട് തന്നെ ആവർത്തന പട്ടികയുടെ പിതാവായി കണക്കാക്കുന്ന മെൻഡലീഫാണ്. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അറ്റോമിക മാസിന്റെ, അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയുടെ പ്രത്യേകത നമ്മൾ പറയുന്ന കാര്യം അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. അറ്റോമിക മാസ് കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫ് വർഗീകരിച്ചത്. ഇതിലുള്ള മൂലകങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മെൻഡലീഫ് ആവിഷ്കരിച്ച പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ എണ്ണം 63 മൂലകങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിലുള്ള മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 63 മൂലകങ്ങളാണ് മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്നത്. ഇത് പ്രസിദ്ധീകരിക്കുന്നത് 1869
1869 മെന്റലീഫ് പീരിയോഡിക് ടേബിളിൽ പ്രഖ്യാപിക്കുന്നത്, പീരിയോഡിക് ടേബിൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ 1869. അപ്പൊ അത് കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞപ്പോ 2019 1869 മെന്റലീഫ് ഈ ആവർത്തന പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ആവർത്തന പട്ടിക പ്രസിദ്ധീകരിക്കുന്ന വർഷം 1869 മെന്റലീഫ് പ്രസിദ്ധീകരിക്കുന്നത്. അത് കഴിഞ്ഞ് 2019 ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയിട്ട് ആഘോഷിച്ചു. ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ അതേ അന്തർദേശീയ ദിനമായിട്ട്, പീരിയോഡിക് ടേബിളിന്റെ അന്തർദേശീയ ദിനമായിട്ട് ആഘോഷിച്ചതാണ് 2019. 2019 എന്തായിട്ടാണ് ആഘോഷിച്ചത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ, അന്തർദേശീയ പീരിയോഡിക് ടേബിൾ വർഷമായിട്ടാണ് ആഘോഷിച്ചത്. അതായത് 1869 ഇത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് 50 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കണം. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത് മെന്റലീഫ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് മെന്റലീഫ് ആണ്. ഇത് ഈ ആവർത്തന പട്ടികയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് കൊണ്ടുവന്നത്. ഈ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ എണ്ണം 63 ആണ്. 1869 ഇത് ആവിഷ്കരിക്കുന്നത്. അത് കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞ് 2019, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ എന്തായിട്ട് ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയിട്ട് ആഘോഷിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിൽ അറിഞ്ഞിരിക്കുക. മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി. ദ പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി എന്ന പുസ്തകം രചിച്ചത് മെന്റലീഫ് ആണ്. മെന്റലീഫ് ആണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മെന്റലീഫ് ആണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി എന്ന പുസ്തകം രചിച്ചത്. ഇത്രയും കാര്യങ്ങൾ അതിലറിഞ്ഞിരിക്കുക. ആവർത്തന പട്ടികയെ കുറിച്ച് പറയും. മെന്റലീഫ് ആണ് പീരിയോഡിക് ടേബിളിന്റെ പിതാവ് നമ്മൾ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുതിയ മോഡേൺ പീരിയോഡിക് ടേബിൾ, ആധുനിക പീരിയോഡിക് ടേബിൾ, ആധുനിക ആവർത്തന പട്ടിക കൊണ്ടുവന്നു. അപ്പൊ അതാണ് നമ്മൾ അടുത്ത പറയുന്നത്. ആധുനിക ആവർത്തന പട്ടിക. ആധുനിക ആവർത്തന പട്ടിക കൊണ്ടുവന്നത് മോസ്ലിയാണ്. മോസ്ലി ആധുനിക ആവർത്തന പട്ടിക കൊണ്ടുവന്നത് മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടിക. അതുകൊണ്ട് തന്നെ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയാണ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മോസ്ലി. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന, ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മോസ്ലിയാണ്. ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത് മെന്റലീഫ് ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെന്റലീഫ് ആണ്. എന്നാൽ ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത് ഹെൻറി മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നു മോസ്ലിയാണ്. മോസ്ലി കൊണ്ടുവന്ന പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് മോസ്ലി മൂലകങ്ങളെ ക്രമീകരിച്ചത്. മൂന്നാമത് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ചത് ആരാണ്? മോസ്ലി. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് മോസ്ലി മൂലകങ്ങളെ ക്രമീകരിച്ചത്. അപ്പൊ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടിക കൊണ്ടുവന്നത് മോസ്ലി, പിതാവ് മോസ്ലി. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് മോസ്ലി എന്നാണ് മൂലകങ്ങളെ ക്രമീകരിച്ചത്. ആധുനിക ആവർത്തന പട്ടികയുടെ മൂലകങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 118 മൂലകങ്ങളാണ് ആധുനിക ആവർത്തന പട്ടികയിലുള്ളത്. 118ാമത്തെ മൂലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 118ാമത്തെ മൂലകം എന്ന് പറഞ്ഞാൽ ഓഗനസെൻ ആണ്. ഓഗനസെൻ ആണ് 118ാമത്തെ മൂലകം. OG ആണ് അതിന്റെ സിമ്പൽ. അപ്പൊ ആധുനിക ആവർത്തന പട്ടികയിൽ 118 മൂലകങ്ങളുണ്ട്. 118ാമത്തെ മൂലമാണ് ഓഗനസെൻ. OG ആണ് അതിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ, അതിന്റെ പ്രതീകം OG ആണ്. 118 മൂലകങ്ങളാണ് ആധുനിക ആവർത്തന പട്ടികയിലുള്ളത്. അപ്പം ആധുനിക ആവർത്തന പട്ടികയെ കുറിച്ച് നമ്മൾ ആധുനിക ഈ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചിരിക്കണം. നമ്മളെ പ്രിലിമിനറിയിൽ ഇപ്പോഴത്തെ വന്ന സിലബസിലെ പ്രിലിമിനറിയിൽ ഒരു മെയിൻ ടോപ്പിക് ആണത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ആലോചിച്ചിരിക്കാം.